ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ വിശ്വസ്തദാസൻ മാത്യു പാസ്റ്റർ, ഗാനശുശ്രൂഷയ്ക്ക് ദൈവത്തിന് നൽകിയ ദാസന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ആശംസിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി ഒരു ഉയർപ്പിൻ്റെ ദിവസം കൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് ചിന്തിക്കുന്നതിനായി അല്പനേരത്തെ ശുശ്രൂഷയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നെഹമ്യാവിൻ്റെ പ്രവചനം, അതിൻ്റെ 2-ാം അധ്യായം 17-18 വാക്യങ്ങളാണ്. നെഹമ്യാവ് 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നമുക്ക് ഭവിച്ചിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നു. രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ അവർ, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല വേലയ്ക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വചനം നിൻ്റേതാണ്, വിരുന്ന് വഴി നീയാണ്. ഞങ്ങൾ വിളമ്പുന്നവരും കഴിക്കുന്നവരും മാത്രമാണ്. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങളെ തരണമേ. വചനങ്ങളെ ഘോഷിക്കാൻ നിസ്സാരനും ബലഹീനുമായ അടിയൻ്റെ അധരങ്ങളെ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നെഹമ്യാവ് എന്തിനാണ് യെരൂശലേമിൻ്റെ മതിലുകൾ തകർന്നും വാതിലുകൾ ചുട്ടിരിച്ചും കിടക്കുകയാണ്? അത് പണിയുവാനായിട്ട് നെഹമ്യാവ് ജനങ്ങളെ കൂട്ടിവരുത്തുകയാണ്. നാം ഈ സമയത്ത് അല്പം ചരിത്രമൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, BC 586 നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ആക്രമിച്ചു, ദേവാലയം തകർത്തു, മതിലുകൾ തകർത്തു, വാതിലുകൾ ചുട്ടരിച്ചു. പിന്നെ ഇത് ജനങ്ങളെ മുഴുവൻ പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോയി. 586 മുതൽ 516 വരെ 70 വർഷക്കാലം ജനങ്ങൾ ബാബേൽ പ്രവാസികളായിരുന്നു. പിന്നീട് 3 ഘട്ടമായി തിരിച്ചു വരുന്നതായി നമുക്ക് കാണാം. കോരശ് രാജാവിൻ്റെ വിളംബര പ്രകാരം BC 538 സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ വന്നു. BC 458 അർത്തഷ്ഠ രാജാവിൻ്റെ കൽപ്പന പ്രകാരം എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ തിരിച്ചു വന്നു. പിന്നീട് ഇപ്പോൾ കാണുന്നത് BC 445 നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾ തിരിച്ചു വരികയാണ്. ഇവിടെ നാം എങ്ങനെയാണ് ഈ നെഹമ്യാവ് അറിഞ്ഞത് ഈ യെരൂശലേമിൻ്റെ വാതിലുകൾ തകർന്നും വാതിലുകൾ ചുട്ടരിച്ചും മതിലുകൾ തകർന്നുമിരിക്കുന്നു എന്ന വാർത്ത നെഹമ്യാവിന് പറഞ്ഞത് എങ്ങനെയാണ്? നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നെഹമ്യാവ് 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് വന്ന ചില പുരുഷന്മാരും വന്ന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റൊഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരൂശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നു. നെഹമ്യാവിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ വന്നപ്പോൾ നെഹമ്യാവ് ചോദിക്കുകയാണ്, എന്താണ് അവിടുത്തെ സ്ഥിതി? അവർ പറഞ്ഞു, യെരൂശലേമിൻ്റെ വാതിലുകൾ തകർന്നും വാതിലുകൾ ചുട്ടരിച്ചും മതിലുകൾ തകർന്നും ഇരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നെഹമ്യാവിന് വളരെയേറെ സങ്കടമായി. അവൻ പ്രാർത്ഥന തുടങ്ങി, ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2-ാം അധ്യായം 1-ാം വാക്യത്തിലെ 1-2 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. 2-1. അർത്തഷ്ഠ രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞ് എടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിൻ്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹനാനി തുടങ്ങിയ ആളുകൾ വന്നത് കിസ്ലേവ് മാസത്തിലാണ്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കിസ്ലേവ് മാസത്തിലാണ് അവർ വന്ന് നെഹമ്യാവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്നാൽ നെഹമ്യാവ് രാജാവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഉണർത്തിക്കുന്നത് നീസാൻ മാസത്തിലാണ്. കിസ്ലേവ് മാസം എന്ന് വെച്ചാൽ എബ്രായ കാലണ്ടറിലെ കിസ്ലേവ് മാസം എന്ന് പറയുന്നത് നമ്മുടെ സെപ്റ്റംബർ മാസമാണ്.
നീസാൻ മാസം എന്ന് പറയുന്നത് ജാനുവരി മാസമാണ്. അപ്പം സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ജാനുവരി ഉണ്ടാവുകയില്ലല്ലോ. ഇവിടെ വേദപണ്ഡിതന്മാർ ഒരു ടെക്നിക്കൽ എറർ, ഒരു സാങ്കേതിക തകരാറ് പറയുന്നുണ്ട്. അതായത് എബ്രായ ടെക്സ്റ്റ് പകർത്തി എഴുതിയപ്പോൾ, അന്ന് അച്ചടിക്കുകയല്ല പകർത്തി എഴുതുകയാണ്, ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് 20-ാം ആണ്ടിലല്ല ഹനാനി മുതലായ ആളുകൾ വരുന്നത്, 19-ാം ആണ്ടിലാണ്. 19-ാം ആണ്ടിലാണ് നെഹമ്യാവിൻ്റെ സുഹൃത്തും ബന്ധുക്കളുമൊക്കെ വന്ന് നെഹമ്യാവിനോട് ഈ പറയുന്നത്. അപ്പോൾ 19-ാം ആണ്ടിൽ സെപ്റ്റംബർ മാസത്തിലാണ് അവർ വന്ന് ഈ നെഹമ്യാവിനോട് ഈ വിവരങ്ങൾ പറയുന്നത്. നെഹമ്യാവ് 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ, അതായത് ജനുവരി മാസത്തിൽ രാജാവിൻ്റെ അടുത്ത് ഈ സംഗതി ഉണർത്തിക്കുകയാണ്. 4 മാസത്തെ വ്യത്യാസമുണ്ട്. ഈ 4 മാസം നെഹമ്യാവ് എന്ത് ചെയ്യുകയായിരുന്നു? അവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ഹനാനി മുതലായ ആളുകൾ ഇവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന്, രാജാവേ, എൻ്റെ നഗര വാതിലുകൾ, എൻ്റെ പ്രിയപ്പെട്ട രാജ്യം മുഴുവൻ തകർന്നു കിടക്കുകയാണ്, അത് പുനർനിർമ്മിക്കാൻ എന്നെ അയക്കണമെന്ന് പറയുകയല്ലായിരുന്നു. 4 മാസം അവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്, നീ എന്താ ദുഃഖിച്ചിരിക്കുന്നത്? ഈ 4 മാസത്തിൽ ഒരിക്കൽ പോലും നെഹമ്യാവിൻ്റെ മുഖം വാടിയിരിക്കുന്നതോ ദുഃഖിച്ചിരിക്കുന്നതോ രാജാവ് കണ്ടിട്ടില്ല. എന്നാൽ ഈ 4 മാസത്തിൽ എല്ലാ ദിവസവും അവൻ ഫേസ് ടു ഫേസ് രാജാവിനെ കാണുന്നതാണ്. അവൻ പാനപാത്രവാഹകനാണ്. അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷമേ രാജാവ് ഭക്ഷണം കഴിക്കൂ. അതുകൊണ്ട് എന്നും രാജാവിനെ കാണുന്നതാണ്. രാജാവിന് രാജ്ഞി കഴിഞ്ഞാൽ ഏറ്റവും അടുപ്പം ഈ പാനപാത്രവാഹകനെയാണ്. പക്ഷെ ഒരിക്കൽ പോലും അവൻ്റെ മുഖം വാടിയിരിക്കുന്നതോ ദുഃഖിച്ചിരിക്കുന്നതോ രാജാവ് കണ്ടില്ല. എന്തുകൊണ്ടാണ്? ഈ 4 മാസവും അവൻ ദൈവസന്നിധിയിൽ കരയുകയായിരുന്നു. ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എങ്ങനെയാണ്? നമുക്കറിയാം, 7-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു, നിൻ്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ല. എൻ്റെ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, ഈ വലിയ പണിക്ക് എന്നെ ചുമൽ കൊടുക്കണമേ. ഈ പണിക്ക് ചുമൽ കൊടുക്കുമ്പോൾ അതിനാവശ്യമായ സാധനങ്ങളെല്ലാം തരുവാൻ രാജാവിന് മനസ്സ് കൊടുക്കണമേ. ഇത് എതിർപ്പില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ഇടയാകണമേ. എൻ്റെ രാജ്യത്തിൻ്റെ ദൈവമേ മതിലുകളും വാതിലുകളും അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുവാൻ എന്നെ ശക്തനാക്കണമേ എന്ന് നെഹമ്യാവ് പ്രാർത്ഥിക്കുകയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പല പ്രോജക്റ്റുകൾ, പല സംരംഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, വീട് പണി, കാറ് വാങ്ങുന്നത്, ബിസിനസ്, സംരംഭങ്ങൾ, ജോലി, ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ ഭൗതിക കാര്യങ്ങളിലൂടെ നമ്മൾ നിരന്തരം കടന്നു പോകുന്നവരാണ്. ഈ സമയത്തൊക്കെ നാം എന്താണ് ചെയ്യുന്നത്? അവനേക്കാൾ വലിയ വീട് എനിക്ക് വെക്കണം, അവനേക്കാൾ നല്ല വണ്ടി എനിക്ക് വാങ്ങണം, എൻ്റെ കഴിവിലും എൻ്റെ സാമർഥ്യത്തിലും എൻ്റെ ബുദ്ധിയിലും ഊന്നി നിന്നുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണോ? അതോ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും പരാജയപ്പെട്ടു പോകുന്നത് പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ്. ഈ നെഹമ്യാവ് 4 മാസമാണ് പ്രാർത്ഥിച്ചത്, തന്നെ ശക്തിപ്പെടുത്തണമേ എന്ന്. ഇനി നമുക്കിത് എത്ര നാൾ കൊണ്ട് തീർന്നു എന്ന് നോക്കാം. അവിടെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട് പണിത് ഏലൂരിൽ മാസം 25-ാം തീയതി തീർത്തു. അതോടൊപ്പം തന്നെ 7-1 നോക്കുകയാണെങ്കിൽ, എന്നാൽ മതിൽ പണി തീർത്ത് കതകുകൾ വയ്ക്കുകയും. അപ്പം മതിൽ പണിയുമ്പോൾ തന്നെ കതകുകളും വെച്ചിരുന്നു, വാതിലുകളും വെച്ചിരുന്നു. യെരുശലേം നഗരത്തിന് 10 വാതിലാണ് ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് ആട്ടിൻ വാതിൽ, മീൻ വാതിൽ, പഴയ വാതിൽ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മളതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ 10 ആർച്ച് വാലിയുള്ള വലിയ വാതിലുകൾ. ഈ വാതിലുകൾ പലതും തീ കൊണ്ട് വെന്ത് പോയിരുന്നു. അതെല്ലാം അറ്റകുറ്റം തീർത്തു. മതിൽ പുതിയ മതിലല്ല പണിതും. പുതിയ മതിൽ പണിയെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. അറ്റകുറ്റം തീർക്കുക ചെയ്ത്, റിപ്പയർ ചെയ്യുക ചെയ്ത്. അങ്ങനെ 52 ദിവസം കൊണ്ട് വാതിലും മതിലിൻ്റെയും പണി പൂർത്തിയാക്കി. എന്ന് വെച്ചാൽ 2 മാസം കൊണ്ട്, 2 മാസം പോലും എടുത്തില്ല. പക്ഷേ ഈ 2 മാസത്തെ പണിക്ക് നെഹമ്യാവ് 4 മാസം പ്രാർത്ഥിച്ചു. ഇതാണ് നമ്മെ ശക്തിപ്പെടുത്തേണ്ട കാര്യം.
നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവമേ, ഈ കാര്യത്തിന് നീ എന്നെ ശക്തനാക്കണം, ഞാൻ ബലഹീനനാണ്, കഴിവ് കുറഞ്ഞവനാണ്, ദൈവം എതിർപ്പ് കൂടാതെ ഈ കാര്യത്തെ എന്നെ ശക്തനാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വന്തം അനുഭവത്തിലും അതെ, പരാജയത്തിലേക്ക് കടന്നു പോകാൻ ഒരു പ്രധാന കാരണവും ഇതാണ്. ഇനി നമുക്ക് ഈ പണിക്ക് രാജാവിനോട് പറഞ്ഞു. രാജാവ് അതിനാവശ്യമായ റോ മെറ്റീരിയൽസൊക്കെ കൊടുക്കുന്നതായി നമുക്ക് കാണാം. നെഹമ്യാവ് രാജാവിനോട് അനുവാദം ചോദിച്ച് യെരൂശലേമിൻ്റെ തകർന്നു കിടക്കുന്ന മതിലുകളും ചുട്ടരിച്ച വാതിലുകളും പണിയാൻ യാത്രയാകുകയാണ്. അവിടെ ജനങ്ങളോട് പറയുകയാണ്, എഴുന്നേൽപ്പിൻ, നമുക്ക് പോകാം. ഈ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഒരുമനപ്പെട്ടുകൊണ്ട് ഈ നെഹമ്യാവ് പണി നടത്തുന്നതായി നമുക്ക് കാണാം. ഈ പണി നടത്തുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് രസകരമായ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആരൊക്കെ കൂടിയാണ് ഈ പണി നടത്തിയത്? ആരാണിതിൽ പങ്കെടുത്തത്? ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ മതിൽ പണിയിൽ പങ്കെടുത്തത്? നമുക്ക് 3-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്. നെഹമ്യാവ് 3:1. അങ്ങനെ മഹാപുരോഹിതനായ എലിയാശീബും അവൻ്റെ സഹോദരനായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. പുരോഹിതന്മാർ അന്ന് യഹൂദ ഇസ്രായേലിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് പുരോഹിതന്മാർ. അവരുടെ 2 ബലിയർപ്പണവും വചന ശുശ്രൂഷയുമാണ് അവരുടെ ജോലി. അവർ മറ്റൊരു ജോലിയും ചെയ്യാറില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? അവരുടെ ലോഹ ഊരി വെച്ചിട്ട് ഈ വാതിൽ പണിയിൽ ഏർപ്പെടുകയാണ്. പുരോഹിതന്മാർ ഏർപ്പെടുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ 8-ാം വാക്യം നമുക്ക് നോക്കാം. നെഹമ്യാവ് 3:8. അതിനപ്പുറം തട്ടാന്മാരിൽ ഹർഹയ്യാവിൻ്റെ മകനായ ഉസിയേൽ അറ്റകുറ്റം തീർത്തു. തട്ടാന്മാരുടെ പണി എന്താ? സ്വർണ്ണപ്പണിയാണ്. അവർ സ്വർണ്ണപ്പണി അവിടെ നിർത്തിവെച്ചിട്ട് അവരെന്ത് ചെയ്തു? ഈ പണിക്ക് പോയി. അതിനുശേഷം അതിൻ്റെ ബാക്കി, അതിനപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു. തൈലക്കാരുടെ പണി തൈലം ഉണ്ടാക്കുക. അന്ന് തൈലം വളരെ വിശേഷപ്പെട്ട ആവശ്യമായൊരു സാധനം. അയാളെന്ത് ചെയ്തു? തൈലക്കാരുടെ പണി അവിടെ നിർത്തിവെച്ചിട്ട് ഈ മതിൽ പണിയിൽ ചേർന്നു. ഇനി നമുക്ക് 9-ാം വാക്യം. അവരുടെ അപ്പുറം യെരൂശലേം ദേശത്തിൻ്റെ പകുതിക്ക് പ്രഭുവായ ഹൂരിൻ്റെ മകൻ രഫയാവ് അറ്റകുറ്റം തീർത്തു. പ്രഭുക്കന്മാരാണ്, വലിയ ശ്രേഷ്ഠന്മാരാണ്, വലിയ പൊസിഷനിൽ വർക്കുന്നത്. അവരെന്ത് ചെയ്തു? അവർ ഈ മതിൽ പണിക്കായി ചേരുകയാണ്. 12-ാം വാക്യം. അവൻ്റെ അപ്പുറം യെരൂശലേം ദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോഹേശിൻ്റെ മകൻ ശല്ലൂമും അവൻ്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. പുത്രിമാർ ഈ പണിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. അവർ വെയിൽ കൊണ്ടിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവരും ഈ പണിക്ക് ചേർന്നു. ഏതിന്? ഈ മതിൽ പണിക്കും വാതിൽ പണിക്കും ചേർന്നു. 17-ാം വാക്യം. അതിനപ്പുറം ലേവ്യരിൽ ബാനിയുടെ മകൻ രേഹും അറ്റകുറ്റം തീർത്തു. ലേവ്യരുടെ പണി ദേവാലയ ശുശ്രൂഷയാണ്. അവരെന്ത് ചെയ്തു? ദേവാലയ ശുശ്രൂഷ മാറ്റിവെച്ചിട്ട് ഈ പണിയിലേക്ക് ചേരുകയാണ്. 22-ാം വാക്യം. അതിൻ്റെ ശേഷം നാട്ടിൻപുറത്തുകാരായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു. നാട്ടിൻപുറത്തുകാരെന്ന് വെച്ചാൽ വന്ന് താമസിക്കുന്ന പുരോഹിതരാ. അവരെന്ത് ചെയ്തു? അവരും ഈ പണിക്ക് ചേർന്നു. ഇനി 28-ാം വാക്യം. കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താൻ്റെ വീടിന് നേരെയുള്ള അറ്റകുറ്റം തീർത്തു. വീണ്ടും പുരോഹിതന്മാർ ചേരുകയാണ്. 32-ാം വാക്യം. കോണിങ്ങിലെ മാളിക മുറിക്കും ആട്ടുവാതിലും മറ്റേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു. കച്ചവടക്കാരൊക്കെ അവരുടെ ബിസിനസ്സൊക്കെ അടച്ചിട്ട് ഈ പണിക്ക് ചേരുകയാണ്. ഇതിൽ നമ്മൾ ഏറ്റവും രസകരമായ വസ്തുത, ഈ പങ്കെടുക്കുന്ന ആരും ഈ പണി ഇതിനു മുമ്പ് ചെയ്തവരല്ല. ഒരുപക്ഷെ കണ്ടിട്ട് പോലുമില്ല. ഈ കല്ല് ചുമക്കാനും സിമൻറ്റ് കൂട്ടാനും ഈ ഇഷ്ടിക ചുമക്കാനും ഒക്കെ അവർ വളരെയേറെ താല്പര്യത്തോടെ അവർ ശ്രമിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവർ, ഒരു സമൂഹത്തെ പണിയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവരാജ്യ കെട്ടുപണി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ മാത്രമല്ല, സകല ആളുകളും കൂടി ചെയ്യുന്നതാണ് ഈ സുവിശേഷ വേല, മിഷണറി വേല, ദൈവരാജ്യ കെട്ടുപണി. അത് പാസ്റ്റർമാരോ സുവിശേഷകരോ മിഷണറിമാർക്കോ മാത്രം വെച്ചിട്ടുള്ളതല്ല. സകല ആളുകളും ഈ ദൈവരാജ്യ കെട്ടുപണിയിൽ ഒരുപോലെ പങ്കെടുക്കണം. അങ്ങനെയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്.
നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗമാകുമ്പോൾ സകല ആളുകളും കൂടിച്ചേർന്നുള്ള ഒരു പണിയാണ് ദൈവരാജ്യ കെട്ടുപണി എന്നുള്ളത്. നെഹമ്യാവിൻ്റെ കൂടെ ചേർന്ന ആളുകളെല്ലാം അതിന് തയ്യാറായി. അവരാരും അതിന് പരിശീലനം ലഭിച്ചവരായിരുന്നില്ല, അവരാരും അതിൽ കൃതസ്ഥരായിരുന്നില്ല, അവരാരും അതിൽ കേപ്പബിൾ ആയിരുന്നില്ല. പക്ഷെ അവരെല്ലാം ഇതിലേക്ക് ചേരുകയാണ്. എന്നാൽ നമ്മെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്യം അവിടെ നെഹമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 3:5 അവരുടെ അപ്പുറം തെക്കോവിയർ അറ്റകുറ്റം തീർത്തു, എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. ഒരു കൂട്ടം ആളുകൾ മാറി നിൽക്കുകയാണ്. ആരാണ്? തെക്കോവിയയിലെ ശ്രേഷ്ഠന്മാർ. തെക്കോവിയയിൽ സാധാരണക്കാർ ജോലി ചെയ്തു, ശ്രേഷ്ഠന്മാർ ജോലി ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഈ ശ്രേഷ്ഠന്മാർ ഈ ജോലിക്ക് വരാതിരുന്നത്? 2-3 കാരണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ശ്രേഷ്ഠന്മാർ ഏറ്റവും നല്ല പൊസിഷനിലായിരുന്ന ആളുകളായിരുന്നു. ഇതൊരു ശാരീരിക വേദനയുള്ള കഠിനാധ്വാനമുള്ളതാണ്, സുഖകരമായ അവസ്ഥയല്ല. അവരുടെ ആഡംബരത്തിൽ നിന്ന് പുറത്തു വരാൻ അവരാഗ്രഹിച്ചില്ല. ഈ സുരക്ഷിതരായി കഴിയാൻ സാധിക്കുന്ന ആളുകൾ അവരെപ്പോഴും സമൂഹത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടേയിരിക്കണം. സമൂഹത്തിന് ഒന്നും കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. എല്ലാം സ്വീകരിച്ച് സൗഖ്യത്തോടെ കഴിയുന്നു, എന്നാൽ സഭ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകാനായിട്ട് മനസ്സില്ലാത്തവർ. 1960 ജോൺ എഫ് കെന്നഡി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കാൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണെന്നാണ് നമുക്കെല്ലാവരും അത് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക വാക്കുകൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് എന്ത് തരും എന്നല്ല, നിങ്ങളുടെ രാജ്യത്തിന് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്നതാണ് പ്രധാനമായിട്ടുള്ളത്. ഈ ഒരു സന്ദേശം അദ്ദേഹത്തിന് വളരെയേറെ ജനപ്രീതി ഉണ്ടാക്കി. നാം എന്ത് നമ്മുടെ സഭയ്ക്ക് കൊടുക്കും? നമ്മുടെ ദൈവരാജ്യത്തിന് നാം എന്ത് കൊടുക്കും? ദൈവത്തിനായി നാം എന്ത് കൊടുക്കുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ശ്രേഷ്ഠന്മാർ അവർ നോക്കിയപ്പോൾ അവർക്ക് എന്ത് കിട്ടുമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അവർ ഇതിന് ചുമൽ കൊടുത്തില്ല. രണ്ടാമത്, ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. കാരണം ഇതുവരെ അവർ ഈ ജോലി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പുനർനിർമ്മാണത്തിൽ അവർക്ക് സജീവമായി പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന്, അവരൊരു പരാജയമായിരിക്കുമെന്നും വിചാരിച്ചു. ഇത് തന്നെയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ഉള്ള ഒരു പ്രധാന പ്രശ്നം. ഞാനൊരു പരാജയമായിരിക്കും, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ, എനിക്ക് ഇതൊരു ആത്മവിശ്വാസമില്ലാതെ പരാജയമായിരിക്കുമെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇത് കർത്താവിൻ്റെ വേലയിൽ ഇത് വളരെയേറെ ബാധിക്കുന്നു. മൂന്നാമത്, ഈ തെക്കോവിയിലെ പ്രഭുക്കന്മാർ പറഞ്ഞ അവരുടെ സ്ഥാനങ്ങളിൽ അവർ മതിപ്പുള്ളവരായിരുന്നു, അവർ ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരുന്നു, ഉന്നത അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരുന്നു, വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരായിരുന്നു. അവർ ഈ ജോലിക്ക് ഇറങ്ങിയാൽ അവരുടെ സൂപ്പർവൈസറായിട്ട് വരുന്നത് ആരാ? സ്കൂളിൻ്റെ പടിവാതിൽ പോലും കാണാത്ത മേസ്തിരിമാരാണ്. കല്ലെടുത്തുകൊണ്ട് വരാനും സിമൻറ്റ് കൂട്ടാൻ പറയാനും ഒക്കെ അവരാണ്. അവർ നോക്കിയപ്പോൾ അവരെക്കാൾ വളരെ താഴ്ന്ന നിലയിലുള്ള ആളുകളുടെ കീഴിൽ അവർ ജോലി ചെയ്യണം. ഇതവർക്ക് വളരെ കുറച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. ഇന്ന് ഈ കർത്താവിൻ്റെ വേലയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ വിഭാഗം ആളുകൾ മാറി നിൽക്കുകയാണ്, ഒരു വിഭാഗം ആളുകൾ പുച്ഛത്തോടെ കാണുകയാണ്. ഇതാണ് ദൈവരാജ്യ കെട്ടുപണിക്ക് ഇന്ന് തടസ്സമായിട്ട് നിൽക്കുന്നത്. കർത്താവിൻ്റെ വേല എല്ലാവരും കൂടി ചെയ്യുന്നൊരു വേലയാണ്. ഇവിടെ എസ്രാ ന്യായശാസ്ത്രിയാണ് ദേവാലയം പണിക്ക് മുന്നിട്ട് നിന്നത്. എസ്രാ സമൂഹത്തിൽ ഉന്നതസ്ഥാനം വഹിച്ച ഒരു പുരോഹിതനായിരുന്നു. നെഹമ്യാവ് ഉന്നത ഉദ്യോഗസ്ഥനായ ഒരു അൽമേയനായിരുന്നു, ലേമാനായിരുന്നു. എസ്രാ, ഈ 2 പേരും കൂടിയാണ് അവിടെ ഈ പുനർനിർമ്മാണം നയിക്കുന്നത്. പിന്നീട് നമുക്കറിയാം നെഹമ്യാവ് യഹൂദയിലെ ഗവർണറായി നിയമിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കർത്താവിൻ്റെ വേല എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു വേലയാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ആ പുരോഹിതനോ അൽമേനോ പാസ്റ്ററോ വിശ്വാസി എന്നുള്ളതല്ല. ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോഴേ ഈ വേല മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും.
ശരീരം കൊണ്ട് അധ്വാനിക്കാൻ സാധിക്കുന്നവർക്ക് ശരീരം കൊണ്ട് അധ്വാനിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാവരും കൂടെ ചേരുമ്പോഴേ കർത്താവിൻ്റെ വേല മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രാർത്ഥിക്കാൻ മാത്രം സാധിക്കുന്നവർക്ക് പ്രാർത്ഥിക്കേണ്ടി വരും, പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് കർത്താവിൻ്റെ വേല മുന്നോട്ട്. ഇന്ന് പക്ഷേ കർത്താവിൻ്റെ വേല പലപ്പോഴും തടസ്സപ്പെടുന്നത് ഇതാണ് കാര്യം. ഈ ഉത്തരേന്ത്യയിൽ ഇത്രയും മിഷണറിമാരും ഇത്രയും കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ഇന്ന് വിശ്വാസികൾ പലരും സന്നദ്ധരല്ല. അവിടം വരെ വരാനോ വേല കാണാനോ തയ്യാറല്ല, സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറല്ല, ഒന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇത്രയേറെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പല മിഷണറിമാരും ജയിലിലാണ്. സെഷൻസ് കോടതി അവരുടെ ബെയിൽ റിജക്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഹൈക്കോടതി പോയിരിക്കുക. ഇവിടെ എല്ലാ അവസരങ്ങളിൽ ഈ പീഡനത്തിലൂടെ എല്ലാം കടക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും നമ്മൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാവുകയാണ്. നമ്മൾ ഒരുമിച്ച് ചേരുമ്പോഴാണ്, അതായത് പുരോഹിതനും അൽമേനും പാസ്റ്ററും വിശ്വാസിയും മിശ്രയും സുവിശേഷകനും എല്ലാവരും ഒന്നിച്ചു ചേരുമ്പോൾ, കുഞ്ഞുങ്ങളും വീട്ടമ്മമാരും എല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് കർത്താവിൻ്റെ വേല മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മോശ ജനത്തെ വിടുവിച്ച് മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് പോകുമ്പോൾ ദൈവം മോശയെ പഠിപ്പിച്ച ഒരു പാഠം ഇതായിരുന്നു. ദൈവം മോശയെ ഈ പാഠം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 17-ൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. രഫീദിമിൽ വെച്ച് അമോലോക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമോലോക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമോലോക്കിനോട് പൊരുതി. എന്നാൽ മോശയും അഹറോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമോലോക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ചു, അവൻ അതിന്മേലിരുന്നു. അഹറോനും ഹൂറും ഒരുത്തൻ അപ്പുറത്തും ഒരുത്തൻ ഇപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമോലോക്കിനോടും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായി ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമോലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. ഇവിടെ യോശുവയാണ് യുദ്ധം ചെയ്യുന്ന അമോലോക്കിനോട്. യോശുവ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. യോശുവയുടെ നല്ല പ്രാഗൽഭ്യത്തോടെ പൊരുതുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ആ മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. എന്നാൽ മോശയുടെ കൈ താഴ്ന്നിരിക്കുമ്പോൾ അമോലോക്ക് ജയിക്കും. യുദ്ധം ചെയ്യുന്നതും യോശുവയാണ്, യുദ്ധം ജയിക്കുന്നതും യോശുവയാണ്. യോശുവയുടെ സാമർഥ്യമാണ്, യോശുവയുടെ കഴിവും പ്രാഗൽഭ്യവുമാണ്. പക്ഷേ മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ മാത്രമേ യോശുവയ്ക്ക് ജയിക്കാൻ സാധിക്കൂ. എന്തുകൊണ്ടാണ്? മോശ എന്താണ് ചെയ്യുന്നത്? മോശ അഹറോനും പുരോഹിതന്മാരാണ്. അവർ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന കൂടി യോശുവയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്, നിദാനമാണ്. എന്നാൽ അവരുടെ പ്രാർത്ഥന നിൽക്കുമ്പോൾ അവിടെ ഇസ്രായേൽ പരാജയപ്പെടുന്നതായി നമുക്ക് കാണാം. അവിടെ വീണ്ടും പറയുകയാണ്, യഹോവ മോശയോട് പറയുകയാണ്, നീ ഇത് ഓർമ്മയ്ക്കായ ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. എന്തുകൊണ്ടാണ് യോശുവയെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞ്? അല്ലെങ്കിൽ യോശുവ വിചാരിക്കും തൻ്റെ കഴിവും സാമർഥ്യവും കൊണ്ട് മാത്രമാണ് ഈ ജയം പ്രാപിച്ചതെന്ന്. അതല്ല, തൻ്റെ കഴിവും സാമർഥ്യവും ഉണ്ട്, തൻ്റെ പ്രാഗൽഭ്യമുണ്ട്, തൻ്റെ മിടുക്കുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവിടെ മോശയുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. മോശയുടെ പ്രാർത്ഥനയും കൂടി ചേരുമ്പോഴാണ് അവിടെ ജയം പ്രാപിക്കുന്നത്. ഈ ഒരു വസ്തുത ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണിത്. ഏതെല്ലാം കാര്യത്തിലും ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഉത്തരേന്ത്യയിലൊക്കെ കർത്താവിൻ്റെ വേലക്കാർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എത്രയോ പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, എത്രയോ പ്രയാസങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോവുകയാണ്.
നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് പേപ്പറിലൊന്നും അതിൻ്റെ ന്യൂസ് കിട്ടുന്നില്ലെങ്കിൽ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ പീഡനത്തിൻ്റെ കഴിവിലൂടെ കടന്നു പോകുന്നു നമുക്ക് കാണാം. 50 രാജ്യങ്ങൾ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. 10,000 ഇന്ത്യയിലായാലും 10ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പീഡനങ്ങളിലും മരണവും ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊല്ലുകയാണ്. ഈ സമയത്ത് നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മൾ പീഡനത്തിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്കും മിഷണറിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് നമ്മളുടെ കടമയാണ്. എത്രയോ പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നും ഉത്തരേന്ത്യയിലൊക്കെ നമുക്കറിയാം, വളരെ ചെറിയ ശമ്പളത്തിൻ്റെ കീഴിൽ അവർ പണിയെടുക്കുകയാണ്. അതിശൈത്യമുണ്ട്. അതുപോലെ തന്നെ ചൂടിൻ്റെ കാലത്ത് കഠിനമായ ചൂട്, ഈ വേദനയൊക്കെ സഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോശ പ്രാർത്ഥിച്ചതുപോലെ ഈ വലിയ പോരാട്ടത്തിൽ അവർ ജയിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ശുശ്രൂഷ മനോഭാവമുള്ള ആളുകളെ ദൈവം അന്വേഷിക്കുകയാണ്. സ്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെല്ലാം വിട്ട് മനസ്സും ശരീരവും ഒരുപോലെ സമർപ്പിച്ച് സഭയെ പുനർനിർമ്മിക്കാൻ അവൻ നമ്മെ വിളിക്കുകയാണ്. ജനം ഒരുമനപ്പെട്ട് ശുശ്രൂഷ ചെയ്തു എന്ന് എസ്രായുടെ പുസ്തകത്തിലും നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇടിഞ്ഞിടക്കുന്ന ദേവാലയം പുനഃസൃഷ്ടിക്കാൻ അവർ സാധിച്ചു. ഇവിടെ എതിർപ്പുകാർ ധാരാളം വരുന്നു നമുക്കറിയാം. സൻബല്ലത്ത് തോബിയാവിൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ ധാരാളം എതിർപ്പുകാർ വന്നു. പക്ഷേ ആ സമയത്തെല്ലാം അവർ ശക്തിയോടെ നിന്നു എന്നുള്ളതാണ്. ഇതൊന്നും നമ്മെ ഉത്തേജനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കർത്താവിൻ്റെ വേലയ്ക്കായി ചുമൽ കൊടുക്കുമ്പോൾ ധാരാളം എതിർപ്പുകളുണ്ട്. ആ എതിർപ്പുകളുടെ എല്ലാം മറികടന്നുകൊണ്ട് അവർക്ക് കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി എന്തുകൊണ്ടാണ് നെഹമ്യാവ് ഇത്ര ജാഗ്രതയോടെ ഈ മതിലിൻ്റെയും വാതിലിൻ്റെയും പണി ചെയ്തതെന്നുകൂടി നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നെഹമ്യാവ് ഇപ്പോൾ ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്. അവനങ്ങോട്ട് തിരിച്ചു പോകേണ്ട കാര്യമില്ല. പിന്നീട് അവൻ യഹൂദയിലെ ഗവർണറായിരിക്കുന്നു. ആ നാട്ടിലെ മതിലുകൾ തകർന്നും വാതിലുകൾ ചുട്ടരിച്ചും കിടന്നാൽ എനിക്കെന്താണ് കാര്യം? എന്തുകൊണ്ടാണ് നെഹമ്യാവ് ഇത്രയേറെ താല്പര്യത്തോടെ ഈ പണിക്ക് വന്നതെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവിടെ അന്നത്തെ കാലത്ത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം ജയിച്ചാൽ ആ രാജ്യത്തെ രാജാവിൻ്റെയോ ജനങ്ങളുടെ യുദ്ധമായിട്ടല്ല കണക്കാക്കിയിരുന്നു. ആ രാജ്യത്തെ ജനങ്ങൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ വിജയമായിട്ടാണ് അത് കണക്കാക്കിയിരുന്നത്. ഇസ്രായേൽക്കാരൊക്കെ എപ്പോഴൊക്കെ ജയിച്ചോ അപ്പോഴെല്ലാം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ വിജയം പ്രാപിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസ്രായേൽ എപ്പോഴെല്ലാം പരാജയപ്പെട്ടോ അപ്പോഴെല്ലാം ഇസ്രായേലിൻ്റെ എതിരാളികൾ പറഞ്ഞിരുന്നു, ദൈവനാം അവിടെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ പരാജയപ്പെട്ടു എന്ന്. ഇത് നമുക്ക് വളരെയേറെ പല സ്ഥലങ്ങളിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ യഹോവ യുദ്ധം ചെയ്യും എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഇത് നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയുന്നത് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ആ സംഘടനത്തിലാണ്. ദാവീദ് ഗോലിയാത്തിനോട് പറയുന്നത് നമുക്കറിയാം. അവിടെ 1 ശമൂവേൽ 17:45 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണാം. ദാവീദ് ഫെലിസ്തീനോട്, നീ വാളും കുന്തവും വേലുവുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ജയിച്ച് കളി. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്തീൻ നഗരങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്ക് ഇരയാക്കും. ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് അറിയും. യഹോവ വാൾ കൊണ്ടല്ല കുന്തം കൊണ്ടുമല്ല സംരക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയും. യുദ്ധം യഹോവയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെ യുദ്ധം ആരായിരുന്നു? ആര് തമ്മിലാണ് യുദ്ധം? ദാവീദും ഗോലിയാത്തുമല്ല, ദാവീദിൻ്റെ ദൈവവും ഗോലിയാത്തിൻ്റെ ദൈവവും തമ്മിലായിരുന്നു യുദ്ധം. ദാവീദ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ യഹോവ ഗോലിയാത്തുമായി യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അന്ന് ആ രീതിയിലായിരുന്നു അവിടെ വിവക്ഷിക്കപ്പെട്ടിരുന്നത്. അവിടെ 1 ദിനവൃത്താന്തം അതിൻ്റെ 20-ാം അധ്യായം
29 വാക്യത്തിൽ 1 ദിനവൃത്താന്തം 20:29 ഇങ്ങനെയാണ് കാണുന്നത്. യഹോവ ഇസ്രായേലിനോട് ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിന്മേലും വീണു. ഇങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. അപ്പോൾ ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. ഇവിടെ തന്നെ നെഹമ്യാവിൽ തന്നെ കാണുന്നുണ്ട്, യഹോവ യുദ്ധം ചെയ്യും എന്ന് നെഹമ്യാവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ നെഹമ്യാവിൻ്റെ 4:20 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടുവിൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പം ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് വിജയിക്കുന്നത്. പരാജയപ്പെടുമ്പോൾ ശത്രുക്കൾ പറയും, ഇതാ ഇസ്രായേലിൻ്റെ ദൈവം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന്. ഇവിടെ ഈ വാതിൽ തകർന്നു കിടക്കുകയാണ്. എത്രയോ നാളുകളായി ഈ നെബൂഖദ്നേസറിൻ്റെ ശേഷം 70 വർഷമായി ഈ ദേവാലയം തകർന്നു കിടക്കുകയാണ്. വാതിലുകൾ ചുട്ടരിച്ച് കിടക്കുകയാണ്, മതിലുകൾ തകർന്നു കിടക്കുകയാണ്. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ പറഞ്ഞു, ഇതാ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം പോയി, അതിൻ്റെ ശക്തി നശിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വായിച്ച വാചകത്തിൽ നമ്മൾ നെഹമ്യാവ് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2 അതിൻ്റെ 17 ഇങ്ങനെയാണല്ലോ, 17 അവസാന ഭാഗം. നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിൽ പണിയുക. നമ്മൾ ഇനിയും നിന്ദിക്കപ്പെടരുത്, നമ്മുടെ ദൈവം ഇനിയും നിന്ദിക്കപ്പെടരുത്, നാം ഇനിയും നിന്ദാപാത്രമാകരുത്. ഇതാത് യഹോവയുടെ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ പറയുകയാണ്, എത്രയോ കൊല്ലങ്ങളായി ഈ മതിലുകളെല്ലാം തകർന്ന്, വാതിലുകൾ ചുട്ടരിച്ചും ദേവാലയം തകർന്നു കിടക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം പോയി, ആരും പണിയാനില്ല, ആരും പുനഃസ്ഥാപിക്കാനില്ല. ഇനിയും നമ്മൾ നിന്ദാപാത്രമാകരുത്, ഇനിയും നമ്മളെ നിന്ദിക്കാനിടവരരുത്, ഇനിയും നാം നിന്ദാപാത്രമാകാതെ വരുവിൻ, നമുക്ക് പണിയാം, വരുവിൻ, ഈ വലിയ പണിക്കായി നമുക്ക് ചുമൽ കൊടുക്കാം. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഒരിക്കലും പോയിട്ടില്ല. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പോയി എന്ന് പറയുന്ന ആ മഹത്വം അത് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നെഹമ്യാവ് പണിയാൻ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ജനവും ദൈവത്തിൻ്റെ ശരീരവും ഒരിക്കലും തകർന്നു കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അത് 1 കൊരിന്ത്യർ 3:17 നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 3 അതിൻ്റെ 3:16-17 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. ദൈവത്തിൻ്റെ മന്ദിരം നമ്മളാണ്. സഭ തകർന്നു കിടക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ മന്ദിരം തകർന്നു കിടക്കാൻ പാടില്ല. ഇതിലെന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ കരുണയുള്ള കരങ്ങളുടെ അടിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ യുദ്ധങ്ങളിലും നമുക്ക് വിജയം നേടാനാകും. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണി സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ കരുണയുള്ള കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ്. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഞാൻ സമകാലികമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഇന്ന് ഭാരതത്തിൻ്റെ മതിലുകൾ തകർന്നും വാതിലുകൾ ചുട്ടരിച്ചും കിടക്കുകയാണ്. 2000 വർഷമായി ഈ ഭാരതത്തിൽ സുവിശേഷം എത്തിയിട്ടും ഇന്ന് എത്രയോ ചെറിയ ശതമാനം ആളുകളാണ് സുവിശേഷം കേട്ടിട്ടുള്ളത്. 4800 ജാതിക്കൂട്ടങ്ങളിൽ 4000 ജാതിക്കൂട്ടങ്ങളിലും സുവിശേഷം എത്തിയിട്ടില്ല. 11 കോടി ആദിവാസികളിൽ ഭൂരിഭാഗത്തിലും സുവിശേഷം എത്തിയിട്ടില്ല. 6.5 ലക്ഷം ഗ്രാമങ്ങൾ, 3 ലക്ഷം ഗ്രാമങ്ങളിലും സുവിശേഷം എത്തിയിട്ടില്ലെന്നാണ് കണക്ക്. ഇന്നും കർത്താവിൻ്റെ 10,000കണക്കിന് വേലക്കാരും മിഷണറിമാരും സുവിശേഷകരും തദ്ദേശ സുവിശേഷകരും കർത്താവിൻ്റെ വേലയ്ക്കായി ചുമൽ കൊടുക്കുകയാണ്. നമുക്കെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്കവിടെ പോകുവാനോ പ്രവർത്തിക്കുവാനോ സാധ്യമല്ല. ആ വേല ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 സ്റ്റേറ്റുകളിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആൻറ്റി കൺവെർഷൻ ബില്ല് നിലവിലുണ്ട്. എന്നിട്ടും ഞങ്ങളുടെ FMBVയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓരോ വർഷവും 7000-8000 പേരാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ കർത്താവിനോട് ചേരുന്നത്.
അതെല്ലാം വളരെ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെയാണ് ചെയ്യും. വളരെയേറെ പീഡനത്തിലൂടെയൊക്കെ അവർ കടന്നു പോവുകയാണ്. എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ജയിലിലാകും. അനേകം മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ പറയട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനെങ്കിലും സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കണം. ആ യോശുവ അമോലേക്കരോട് പൊരുതിക്കൊണ്ടിരുന്നപ്പോൾ മോശ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. നാം പ്രാർത്ഥിക്കണം. സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും, സപ്പോർട്ട് കൊടുക്കണം. കർത്താവിൻ്റെ വേല മുന്നോട്ട് പോയിക്കൊണ്ട്. എന്നാൽ കേരളത്തിലെ സഭകളെക്കുറിച്ച് പറയട്ടെ, അവരിതൊന്നും അറിയുന്നില്ല. കേരളത്തിലെ മിക്കവാറും എല്ലാ സഭകളും അതെ, അവരുടേതായ ആ ചുറ്റുപാടിൽ ഒതുങ്ങി അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഈ സഭയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എനിക്ക് അഭിമാനത്തോടെ പറയുന്നത് ഒരു മിഷണറി സഭയാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന സഭയാണ്. കർത്താവിൻ്റെ വേലക്കാരെ മാനിക്കുന്ന സഭയാണ്. പ്രത്യേകിച്ച് രാമകൃഷ്ണനോട് എനിക്ക് പ്രത്യേകമായ കാര്യത്തിൽ താല്പര്യവും സ്നേഹവും ഉണ്ട്. മറ്റുള്ളവരെ ആദരിക്കുന്ന സഭയാണ്. ഈ ഒരു മനോഭാവം എത്ര സഭകൾക്കുണ്ട്? ആ സഭയുടെ അതിനപ്പുറത്തേക്ക് അത് കടക്കുന്നില്ല. ഓരോ സഭയും മിഷണറി സഭയാണ്. അതാ ഒരു വലിയ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അവൻ ദിനംപ്രതി കർത്താവ് സഭയിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടിരുന്നു എന്നാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് പറയുന്നത്. അത് മിഷണറി സഭയാണ്. സഭ മിഷണറി സഭയായിരിക്കണം. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് നമുക്ക് ഭാരതത്തെ പണിയേണ്ടതായിട്ടുണ്ട്. നെഹമ്യാവ് തൻ്റെ ജനത്തെ കൂട്ടിയതുപോലെ ഇന്ന് നമുക്കും ഈ ഭാരതത്തെ പണിയാം. കർത്താവിൻ്റെ വേലയ്ക്കായി നമുക്ക് ചുമൽ കൊടുക്കാം. അത് നമ്മുടെ കഴിവും സാമർഥ്യവും നമ്മുടെ വിഭവങ്ങളും അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ വലിയ വേലയ്ക്ക് ഓരോ ഭാരതീയനും സുവിശേഷം കേൾക്കേണ്ടതായിട്ടുണ്ട്. അവസാനത്തെ ഭാരതീയന് സുവിശേഷം കേൾക്കുമ്പോഴേ സുവിശേഷത്തിൻ്റെ ആ നിലനിൽപ്പ് അവസാനിക്കുകയുള്ളൂ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. സുവിശേഷത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാ മിഷന്മാരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സമയം അനുവദിച്ച ദൈവദാസനുള്ള നന്ദിയും കൃതജ്ഞത അറിയിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.